ഇന്നലെയാണ് സൂര്യകുമാർ ആദ്യമായിട്ട് കളിക്കാനിറങ്ങിയത്. താരം ഇന്നലെ ഡെക്കിലാണ് പുറത്തായത്. ശേഷം സൂര്യ ഡ്രസ്സിംഗ് റൂമിലേക്ക് പോയി. അവിടെ രോഹിത് ശർമ്മയും ഇരിക്കുന്നുണ്ടായിരുന്നു. രോഹിത്തും സൂര്യയും തമ്മിൽ ചെറിയൊരു പ്രശ്നമുണ്ടായിരുന്നു. ഇതിൻ്റെ ഫോട്ടോസ് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ടായിരുന്നു. ഈ ഒരു സംഭവത്തെ പറ്റിയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. മുംബൈ അങ്ങനെ ആദ്യമായിട്ടാണ് ഒരു മാച്ച് ജയിച്ചിരിക്കുന്നത്. മുംബൈ ടീം മൊത്തത്തിൽ മാറിയിരിക്കുകയാണ്. ഇന്നലെയായിരുന്നു സൂര്യകുമാർ ആദ്യമായിട്ട് ഒരു മാച്ച് കളിച്ചത്. പക്ഷേ താരത്തിന് ഫോമാകാൻ സാധിച്ചില്ല. അതുമാത്രമല്ല, സൂര്യ ഡെക്കിൽ പുറത്താവുകയും ചെയ്തു. ഇപ്പോഴത്തെ സൂര്യ ആ കാര്യത്തെപ്പറ്റി തുറന്നു പറഞ്ഞിരിക്കുകയാണ്. സൂര്യ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: ഇന്നലെ ഡെക്കിലാണ് ഞാൻ പുറത്തായത്. അതിലെനിക്ക് നിരാശയുണ്ട്. എന്നാൽ ഞാൻ ഡ്രസ്സിംഗ് റൂമിലിരിക്കുമ്പോൾ രോഹിത് ശർമ്മ എൻ്റെ അടുത്തേക്ക് വന്നു. അദ്ദേഹം എന്നോട് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: നീ മികച്ചൊരു കളിക്കാരനാണ്, അതുകൊണ്ട് സൂക്ഷിച്ച് ബാറ്റ് ചെയ്യണം. നീ ഒരിക്കലും ഡെക്കിൽ പുറത്താക്കേണ്ട താരമല്ല. എന്താണ് നിനക്ക് പറ്റിയത്? നീ ഇന്നലെ ഔട്ടായ രീതി ശരിയല്ലെന്നാണ് രോഹിത് ശർമ്മ എന്നോട് പറഞ്ഞത്. ഞാൻ രോഹിത്തിനെ ബഹുമാനിക്കുന്നുണ്ട്. അദ്ദേഹം എനിക്ക് കാര്യങ്ങൾ പറഞ്ഞു തന്നതാണ്. രോഹിത് ശർമ്മയല്ല ഇപ്പോഴത്തെ മുംബൈ ക്യാപ്റ്റൻ. പക്ഷേ എൻ്റെ മനസ്സിൽ രോഹിത് തന്നെയാണ് ക്യാപ്റ്റൻ. അദ്ദേഹം എന്തു പറഞ്ഞാലും ഞാനത് സ്വീകരിക്കും. എൻ്റെ നല്ലതിന് മാത്രമേ രോഹിത് ശർമ്മ പറയുകയുള്ളൂ. അതുകൊണ്ട് രോഹിത് എനിക്ക് ഉപദേശം തന്നു. അത് ഞാൻ അതുപോലെ തന്നെ സ്വീകരിച്ചു. രോഹിത് കുറച്ച് ദേഷ്യപ്പെട്ടാണ് പറഞ്ഞത്. അതിന് അദ്ദേഹത്തിന് അർഹതയുണ്ട്. കാരണം ഞാൻ ഡെക്കിലാണ് പുറത്തായത്. എൻ്റെ മിസ്റ്റേക്ക് തന്നെയാണ് ഔട്ടാവാൻ കാരണമായത്. അതുകൊണ്ട് രോഹിത് ശർമ്മ പറഞ്ഞതുപോലെ അടുത്ത മാച്ചിൽ ഞാൻ ശക്തമായിട്ട് തിരിച്ചു വരുമെന്ന് സൂര്യകുമാർ വ്യക്തമാക്കി. രോഹിത് ശർമ്മ സ്നേഹത്തോടു കൂടിയാണ് സൂര്യയോട് കാര്യങ്ങൾ പറഞ്ഞത്. സൂര്യയുടെ മിസ്റ്റേക്ക് കൊണ്ടാണ് ഡെക്കിൽ പുറത്തായത്. സൂര്യ നന്നായി കളിച്ചാൽ മാത്രമേ മുംബൈ ടീമിന് ജയിക്കാൻ സാധിക്കൂ. കാരണം സൂര്യ T20യിൽ നമ്പർ 1 ആണ്. അതുകൊണ്ട് സൂര്യയുടെ ഫോമായാൽ അത് മുംബൈക്ക് ബാറ്റിങ്ങിൽ ഗുണം ചെയ്യും. അതുകൊണ്ടാണ് രോഹിത് ശർമ്മ ദേഷ്യപ്പെട്ട് സൂര്യകുമാറിനോട് കാര്യങ്ങൾ പറഞ്ഞത്. എന്തായാലും ഡ്രസ്സിംഗ് റൂമിലെ ഫോട്ടോസ് വൈറലായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.